നല്ല സ്പീക്കറായിട്ട് നമുക്ക് ഓവർനൈറ്റ് മാറാൻ പറ്റില്ല. അത് നമുക്ക് ജന്മനാ കിട്ടുന്ന ഒരു കഴിവുമല്ല. സ്കൂൾ തലം മുതൽ നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമായി തന്നെ നമ്മൾ ഉൾപ്പെടുത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഏതൊരു ഭാഷയാണെങ്കിലും അത് ഭംഗിയായി, കോൺഫിഡന്റ് ആയി, ക്ലാരിറ്റിയോടെ സംസാരിക്കാനുള്ള ആ ഒരു സ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മാസ്റ്റർ ചെയ്തിരിക്കണം. കാരണം ഈ ഒരു സ്കില്ലില്ലാതെ നമുക്ക് ഒരിക്കലും നല്ലൊരു കരിയർ ഉണ്ടാക്കാൻ സാധിക്കില്ല. നമുക്ക് നല്ല അറിവും നമുക്ക് നല്ല ആശയങ്ങളും ഒക്കെ ഉണ്ടായിട്ട് കാര്യമില്ല. ഈ അറിവും ആശയങ്ങളും ഒക്കെ ആളുകളുടെ മുന്നിൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് വളരെ ക്ലാരിറ്റിയോടെ പ്രസന്റ് ചെയ്യാനും കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു കരിയർ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കില്ല്, പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു സ്കില്ല് നമ്മൾ മാസ്റ്റർ ചെയ്തേ പറ്റൂ. അതിനങ്ങനെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഇത് ഇൻബോൺ ആയിട്ട് കിട്ടുന്ന ഒരു ടാലന്റ് ഒന്നുമല്ല. ഇത് നമുക്ക് ആർക്കും വളർത്തിയെടുക്കാവുന്ന, നന്നായി പ്രാക്ടീസ് ചെയ്ത് നന്നായി ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് പബ്ലിക് സ്പീക്കിങ്ങിനോടുള്ള ആ ഒരു ഭയമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഓവർകം ചെയ്തേ പറ്റൂ. ഓവർനൈറ്റ് അത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. പതിയെ പതിയെ നമുക്ക് ആ ഒരു ഭയത്തെ നേരിടാം. ആ ഒരു ഭയത്തെ മറികടന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ വലിയ വിജയങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഭയത്തെ നേരിടാനുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് ഇന്ന് തന്നെ എടുത്തു തുടങ്ങും. വിജയത്തിലേക്കുള്ള ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും.